വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു പുഡിംഗ് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പുഡിംഗ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു പുഡിംഗ് ആയിരുന്നു നമ്മുടെ ഇളനീർ പുഡിംഗ്, അതായത് ടെൻഡർ കോക്കനട്ട് പുഡിംഗ്. അപ്പോൾ ഇതിന് ഇത്ര ദിവസം എനിക്ക് നല്ല കോക്കനട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാതിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നല്ല കരിക്ക് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി നേരെ വൈകണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരിക്ക് പുഡിംഗ് തയ്യാറാക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ ഞാൻ പുഡിംഗ് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മളെ കരിക്കിൻ്റെ ഉള്ളിൽ നല്ല കഴമ്പ് വെച്ചിട്ടാണ്. ചില കരിക്കിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കഴമ്പുണ്ടായിരുന്നു വരില്ല. അപ്പോൾ എനിക്കിവിടെ സാധാരണ കിട്ടുന്ന കരിക്കിൻ്റെ ഉള്ളിൽ നിറയെ വെള്ളമാണ്. അപ്പോൾ വെള്ളം വെച്ചിട്ട് നമുക്ക് കരിക്ക് പുഡിംഗ് ഉണ്ടാക്കാം. ആ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് ഗ്ലാസ് പുഡിംഗ് എന്ന പേരിലാണ് ഇട്ടിരിക്കുന്നത്. തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതുപോലെ തന്നെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന താറാവ് പൊരിച്ച വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ട് എന്നോട് ചോദിച്ച ഒരു ഡൗട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം റെസിപ്പി വെച്ചിട്ട് ചിക്കൻ ചെയ്യാൻ പറ്റുമെന്ന് വീഡിയോയിൽ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ വെച്ചിട്ടും ഒരുപാട് പേര് ഇന്നലെ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഇളനീർ പുഡിംഗ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കരിക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് 3 കരിക്കിൻ്റെ ഉള്ളിലത്തെ കഴമ്പാണ്. അപ്പോൾ ഇതുപോലത്തെ കഴമ്പുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും നമ്മളെ കരിക്ക് പുഡിംഗ് കഴിക്കാൻ. കരിക്ക് നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അവരുടെ അടുത്ത് പറയുക ഉള്ളിൽ കുറച്ച് കഴമ്പുള്ള കരിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വെട്ടിത്തരും. അതല്ലാന്നുണ്ടെങ്കിൽ ചില കരിക്കിൻ്റെ ഉള്ളിൽ വെറും വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വെള്ളം മാത്രമുള്ള കരിക്ക് വെച്ചിട്ട് ഈ പുഡിംഗ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ഗ്ലാസ് പുഡിംഗ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് കരിക്കിൻ്റെ വെള്ളം മാത്രം വെച്ച് നമുക്കൊരു പുഡിംഗ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പേരാണ് ഗ്ലാസ് പുഡിംഗ്. ആ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കരിക്കിൻ്റെ ഉള്ളിലത്തെ ഈ കഴമ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സ്വാദിഷ്ടമായിട്ടുള്ള പുഡിംഗ് ആണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ 3 കരിക്കിൻ്റെ കഴമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുക്കാം. ബാക്കി നമുക്ക് അതിനുള്ളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് ഒരു 1/4 ഗ്ലാസോളം കരിക്കിൻ്റെ വെള്ളം ഒഴിക്കാം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ജലാറ്റിൻ, ഞാൻ എടുത്തിരിക്കുന്നത് അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ജലാറ്റിനാണ്. അതായത് ഈ ജലാറ്റിന് ഫ്ലേവർ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ജലാറ്റിൻ അവൈലബിൾ ആണ്. അതായത് സ്ട്രോബെറി, മാംഗോ, പൈനാപ്പിൾ അങ്ങനെ പറഞ്ഞിട്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലേവറും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ജലാറ്റിനാണ്. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലേ, ക്ലിയർ ആൻഡ് അൺഫ്ലേവേർഡ് ജലാറ്റിൻ. ഓക്കെ, അപ്പോൾ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് വെച്ചിട്ടും ചെയ്യാം നമുക്ക് സെയിം റെസിപ്പി. പക്ഷേ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ജലാറ്റിൻ വെച്ചിട്ട് ചെയ്യാനാണ്. അതിൻ്റെ ജലാറ്റിൻ വെച്ച് ചെയ്യുന്ന പുഡിങ്ങിൻ്റെ ടെക്സ്ചറും അതേസമയം നമ്മുടെ ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗർ എന്ന് പറയുന്ന സംഭവം വെച്ച് ചെയ്യുന്ന പുഡിങ്ങിൻ്റെ ടെക്സ്ചറും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനത്തെ പുഡിങ്ങൊക്കെ ചെയ്യുമ്പോൾ ജലാറ്റിനാണ് കൂടുതൽ നല്ലത്. ഇല്ലെങ്കിൽ മാത്രം നമ്മുടെ ചൈന ഗ്രാസ് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നിന്ന് 2.5 ടീസ്പൂൺ അളന്ന് ഈ വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് വയ്ക്കുക. ഒരു 10 മിനിറ്റ് ഈ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് സോഫ്റ്റ് ആയിക്കോളും. അതിനുശേഷം നമുക്കിതങ്ങ് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്റ്റാൻഡേർഡ് മെഷറിങ് സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൽ ലെവൽ ചെയ്തിരിക്കുന്ന സ്പൂണിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2.5 ടീസ്പൂൺ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് നമുക്കിതങ്ങ് സോഫ്റ്റ് ആവാൻ വെക്കുക, ബ്ലൂം ആവാൻ വെക്കുക. 2.5 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8 ഗ്രാമൊക്കെ വേണ്ടി വരും. 3 ടീസ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവം ഒരു 10 മിനിറ്റ് സൈഡിൽ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് നമ്മളെ കരിക്കില്ലേ, കരിക്കിൻ്റെ കഴമ്പ് ഒരു 4 ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്ര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങ് നന്നായിട്ടങ്ങ് അടിച്ചെടുത്ത് കൊണ്ടുവരാം. നല്ല ഫൈനായിട്ട് അരയണം, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് കൊണ്ടുവരട്ടെ ഞാൻ. ഓക്കെ, അപ്പോൾ 4 ടേബിൾ സ്പൂൺ ആ കരിക്കിൻ്റെ കഴമ്പും 1/2 ഗ്ലാസ് വെള്ളവും കൂടി കരിക്കിൻ്റെ വെള്ളവും കൂടി കണ്ടിട്ട് അടിച്ചപ്പോൾ 1 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ കരിക്കിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പച്ചവെള്ളം ഉപയോഗിക്കുന്നേ ഇല്ല കേട്ടോ. എല്ലാത്തിനും ഇപ്പോൾ ജലാറ്റിൻ കുതിർക്കാനാണെങ്കിലും ഇത് അരയ്ക്കാനാണെങ്കിലും ഒക്കെ കരിക്കിൻ്റെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അത് മറക്കരുത്. എന്നാൽ മാത്രമാണ് ഫുള്ളായിട്ട് നമ്മുടെ കരിക്ക് പുഡിങ്ങിൽ, അതായത് ഇളനീർ പുഡിങ്ങിൽ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോസ്പാൻ എടുക്കുക. ആ സോസ്പാനിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാരയുടെ അളവ് ഓരോരുത്തർക്കും മാറ്റങ്ങൾ വരും. ഞാനിപ്പോൾ ഇതിലേക്ക് തൽക്കാലം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുകയാണ്. എന്നിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പാല് ഒന്ന് തിളക്കട്ടെ. പാല് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജലാറ്റിനില്ലേ, ഇത് നന്നായിട്ട് ബ്ലൂമായി വന്നിട്ടുണ്ട്. ഇതങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കണം. പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലോട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമുക്ക് ജലാറ്റിൻ അല്ലാന്നുണ്ടെങ്കിൽ അഗർ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അഗർ ആണെങ്കിൽ ആദ്യം തന്നെ അഗർ 8 ഗ്രാമോളം അഗർ എടുക്കുക. അതിന് ശേഷം നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് 2.25 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ എടുത്ത് കുറച്ച് ഇതേപോലെ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ആദ്യം തന്നെ അഗർ നന്നായിട്ട് ഉരുക്കിയെടുക്കണം. അതിലോട്ടാണ് നമുക്ക് ചൂടുള്ള പാലും എല്ലാം കൂടി അങ്ങ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ബാക്കിയൊക്കെ സെയിം പ്രൊസീജിയർ തന്നെ. പക്ഷേ എനിക്ക് കറക്റ്റ് അളവ് അറിയില്ല, കാരണം നമ്മളിത് ചെയ്യാറില്ല, അതുകൊണ്ട് മാത്രം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ജലാറ്റിൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഉരുകിന്ന് ഉറപ്പ് വരുത്തണം. നമുക്കിത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പത പോലെ ഒരു പിരിഞ്ഞ പോലെ തോന്നുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ കാമ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ഗ്ലാസും കൂടെ കരിക്കിൻ്റെ വെള്ളമാണ്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 1 ഗ്ലാസ് കരിക്കിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 1/4 ഗ്ലാസ് കരിക്കിൻ്റെ വെള്ളം ജലാറ്റിൻ സോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുത്തത്. വീണ്ടും ഇപ്പോൾ 1/4 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 1 ഗ്ലാസ് കരിക്കിൻ്റെ വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ 1/2 ഗ്ലാസ് പാല്. അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് ഉണ്ടാവും. അപ്പോൾ 2 ഗ്ലാസ് സംഭവം സെറ്റ് ആവാനുണ്ടെങ്കിൽ നമുക്ക് 2.5 ടീസ്പൂണോളം ജലാറ്റിനാണ് വേണ്ടി വരിക നോർമലി. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മധുരം നോക്കിയിട്ട് ആവശ്യമുള്ള മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് കുറച്ചും കൂടെ മധുരം വേണം. നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടെ ചേർക്കാം. അതായത് മൊത്തത്തിൽ ഞാനിപ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പും കൂടെ ആവാം. എന്ത് മധുരമുള്ള ഡിഷ് ഉണ്ടാക്കുമ്പോഴും ഉപ്പ് ചേർക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഒരു നുള്ളു മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ, കൂടുതലാവാൻ പാടില്ല. ജസ്റ്റ് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലോട്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരിച്ച് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയ പാർട്ടിക്കിൾസ് ജലാറ്റിൻ്റെ അലിയാണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിക്കുന്നത്. അരിച്ചിട്ട് നമുക്കിനി ചെറിയ ചെറിയ മോൾഡിലോട്ട് മാറ്റി സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇതാ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഞാൻ അരിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെറിയ ചെറിയ പാത്രത്തിലോട്ട് അങ്ങ് ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ ഒരുമിച്ച് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ ഞാൻ എപ്പോഴും ഇതുപോലെ കുഞ്ഞു ബൗൾസിൽ ഒഴിക്കാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം ഓരോരുത്തർക്ക് നമുക്ക് ഇതിലായിട്ട് നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി കണ്ടിട്ട് ചെറിയ ബൗൾ എടുക്കുക. അതിലോട്ട് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതൊരു ചെറിയ അളവാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഓരോ ഇതിലും ഒരു 3/4 ഭാഗത്തോളം വരുന്ന രീതിയിൽ നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലത്തെ ഒരു 5 ബൗളാണ് ഇപ്പോൾ എനിക്ക് ഈ അളവ് വെച്ച് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് നൈസാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കരിക്കിൻ്റെ കഴമ്പ് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ പുഡിങ് കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ നല്ലതായിരിക്കും. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലും കുറച്ച് ഇടാം കേട്ടോ. എടുത്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. കഴമ്പ് ബാക്കിയുള്ളത് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എനിക്ക് കരിക്ക് ദേറ ഫിഷ് മാർക്കറ്റിൽ നിന്ന് കിട്ടിയത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു കേട്ടോ. അപ്പോൾ അവിടെ പോയി കരിക്ക് വാങ്ങിച്ചു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ്ങിൻ്റെ റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ. അല്ലാതെ ചൂടോടുകൂടി നമ്മൾ ഫ്രിഡ്ജിൽ ഒരിക്കലും വെക്കാൻ പാടില്ല. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് നമുക്കിത് കവർ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ക്ലിംഗ് റാപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് പകരമായിട്ട് അലുമിനിയം ഫോയിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം കൊണ്ട് അടച്ചു വെച്ചാലും മതി. എന്തിനാണ് നമ്മൾ ഈ പാത്രം അടച്ചു വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും രീതിയിൽ വല്ല കറിയുടെയോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ എന്തെങ്കിലും സ്മെല്ലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പുഡിങ്ങിലോട്ട് പെട്ടെന്ന് അതങ്ങ് അബ്സോർബ് ആവും. അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെക്കണമെന്ന് പ്രത്യേകിച്ച് പറയുന്നത് കേട്ടോ. ഫ്രീസറിലല്ല നമ്മൾ വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ്. ഒരിക്കലും ഫ്രീസറിൽ പുഡിങ് വെക്കാൻ പാടില്ല. ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമാണ് വെക്കേണ്ടത്. പുഡിങ് എപ്പോഴും റെഫ്രിജറേറ്ററിൽ വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പുഡിങ് സെറ്റായതിനു ശേഷം കാണാം. ഇത് 3 മണിക്കൂറിനുള്ളിൽ സെറ്റ് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാം എനിക്ക് എത്ര സമയം എടുത്തു എന്നുള്ള കാര്യം. സെറ്റായിരിക്കുന്ന ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഇപ്പോൾ നമ്മുടെ കരിക്ക് പുഡിങ് റെഡി ആയിട്ടുണ്ട്. 3 മണിക്കൂർ കൊണ്ട് പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി വേണമെങ്കിൽ ഇതേപോലെ തന്നെ സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ അൺമോൾഡ് ചെയ്യാം. അതായത് ജസ്റ്റ് തിരിച്ച് ഒരു പാത്രം, നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലോട്ട് തിരിച്ചിടാം. അതെങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളം എടുക്കുക ഒരു പാത്രത്തിൽ. അതിലോട്ട് കുറച്ച് നേരം ഒന്ന് ഡിപ്പ് ചെയ്യുക. കുറച്ച് നേരം വെച്ചാൽ ഒരുപാട് സമയമല്ല, അതൊന്ന് ഇളകി വരുന്ന രീതിയിൽ ഒന്ന് ഡിപ്പ് ചെയ്യാതിന് ശേഷം അങ്ങ് തിരിച്ചിടുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഒരു 10-20 സെക്കൻഡ് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് തിരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഇതൊരു 10 സെക്കൻഡ് ചൂടുവെള്ളത്തിൽ മുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. മുക്കി പിടിച്ചാന്ന് വെച്ചാൽ അതിൻ്റെ ബാക്ക് സൈഡ് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു പ്ലേറ്റ് എടുക്കുക. എന്നിട്ടിതങ്ങ് തിരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് ചെയ്യണേ. എന്താ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കരിക്ക് പുഡിങ് റെഡി മണി ആയിട്ടുണ്ട്. എന്താ ഭംഗി കാണാൻ.
വിഗ്ലി ആയിട്ടുള്ള നമ്മുടെ കരിക്ക് പുഡിങ് അടിപൊളിയായിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ എമൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. അതായത് ജലാറ്റിൻ്റെ കറക്റ്റ് അളവായിരിക്കണം. കൂടിയാലും കുറഞ്ഞു കഴിഞ്ഞാലും ശരിയാവില്ല. അപ്പോൾ ഇതിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് തിക്കായിട്ട് മാറും. നമ്മുടെ പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസി മാറും. അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ ഈസി പീസിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ് കരിക്ക് പുഡിങ്. എന്താ പറയുക, ഒരു നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫീൽ കിട്ടുന്നത്. ഇതിൽ നമ്മൾ വേറെ എസൻസ് ഒന്നും ഒഴിക്കുന്നില്ല. ചിലവർ ഇപ്പോൾ കരിക്ക് പുഡിങ് ഉണ്ടാക്കുമ്പോൾ എസൻസ് ഒഴിക്കും. അതുപോലെ തന്നെ ചിലവർ പഞ്ചസാരയ്ക്ക് പകരം മറ്റേ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളും എനിക്ക് താല്പര്യം ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റ് വരുന്ന രീതിയിലുള്ള പുഡിങ്ങാണ്. എനിക്കിത് ഇളകുന്ന ഫീൽ ചെയ്യുന്നില്ലേ, വിഗ്ലി ഫീലിംഗ്. അപ്പോൾ നമുക്കൊന്ന് മുറിച്ചാലോ? ടെക്സ്ചർ കണ്ടോ, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. 4 ടേബിൾ സ്പൂൺ. എനിക്ക് ഇച്ചിരി മധുരം കൂടുതലാണ് കേട്ടോ. ഞാൻ 3 ടേബിൾ സ്പൂൺ എനിക്ക് മതിയാവുന്ന തോന്നുന്നത്. പക്ഷേ മധുരം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള കരിക്ക് പുഡിങ് എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള ഡിഷായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. വെട്ടത്തി പിടിച്ചേക്കണം വെറുതെ ആൾക്കാരെ പറ്റിയ ഞാൻ വെട്ടി തന്നു. അപ്പൊ ഇതിന്റെ ദശ എടുക്കണം. അതായത് എന്താണ് പറയാ, കഴമ്പ്. നീ നേരത്തെ പറഞ്ഞു വേറെ എന്തോ വരുന്ന എന്താ പറയാ, കഴമ്പ് എന്നല്ല പറയാ, മൂക്കുട്ട പ്രായം. അത് ആ പ്രായത്തിനാണ് പറയണത്, ചെറിയൊരു പ്രായത്തിന്. അപ്പൊ ഞാൻ 3 കരിക്കിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. കഴമ്പുണ്ട് ഫിഷ് മാർക്കറ്റ് പോയാണ് കിട്ടിയത്. പയ്യൻ കഴമ്പുള്ള എടുത്ത് തന്ന കാരണം രക്ഷപ്പെട്ടു. അതുകൊണ്ടല്ലേ ഞാൻ ഒരെണ്ണം എക്സാമ്പിൾ നോക്കിയതിന് ശേഷം. കഴമ്പുള്ള കരിക്ക് അന്വേഷിച്ച് പോകാൻ പറ്റിയ കട ഇന്നലെ കാണിച്ചു തന്ന കട. അത് കുറെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഷ് മാർക്കറ്റ് കിട്ടും. നമ്മള് പിന്നെ ഇത്ര ദൂരം പോവാറില്ല. ശരിയാണ്, കഴമ്പെടുത്തു.